ഒരു സെക്കൻഡ് ശ്യാംകുമാർ പറഞ്ഞു. ഞാൻ ഇടപെടത്തില്ല, 2 മിനിറ്റ് ഇടപെടാതെ. ഒരു രാജ്യസഭ MP സാഹയുടെ വീട്ടിൽ നിന്ന് 350 കോടിയുടെ ക്യാഷ് പിടിച്ചു. എവിടുന്ന പണം പിടിക്കണ്ടേ? ഈ ശിവകുമാറിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചില്ലേ? പിടിക്കണ്ടേ? ഇനി ഏത് ശിവകുമാർ ഉദ്ദേശിച്ചത്? ഒരു നിമിഷം, ഏത് ശിവകുമാർ ഉദ്ദേശിച്ചത്? കർണാടകത്തിലെ കരിവന്നൂർ സഹകരണ ബാങ്കിന്റെ ഇടപാട് നമുക്കറിയാമല്ലോ. 27 അക്കൗണ്ടിൽ 100 കോടി. 100 കോടി വ്യാജ അക്കൗണ്ട് സൃഷ്ടിച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇത് പിടിക്കണ്ടേ? ഇത് പിടിച്ചാൽ ഈടി ഭയം കൊണ്ട് ഓടുന്നവരെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചേ മതിയാകൂ. കേജ്രിവാളിനെ കുറിച്ച് അണ്ണാ ഹസാരെ പറഞ്ഞെന്താ? കേജ്രിവാളിന്റെ രാഷ്ട്രീയ ഗുരുവായിരുന്നല്ലോ അണ്ണാ ഹസാരെ. ഇവൻ ഫ്രോഡാണെന്നാ പറഞ്ഞത്. അങ്ങനൊന്നും പറഞ്ഞില്ല. അവൻ ചെയ്ത കർമ്മത്തിന്റെ ഫലം അനുഭവിക്കും. മദ്യനയത്തിനെതിരെ രംഗത്ത് വന്ന കേജ്രിവാള് ഡൽഹിയില് 100 കണക്കിന് മദ്യശാലകൾ ഉണ്ടാക്കി. അതാണല്ലോ ഇപ്പൊ അഴിമതിയിൽ വന്നിട്ടുള്ളത്. പറഞ്ഞോളൂ. ആ അഴിമതിയിലെ കേജ്രിവാൾ ശിക്ഷിക്കപ്പെടുന്നത് പോലെ തന്നെ കേരളത്തിലെ കേജ്രിവാൾമാരെ ശിക്ഷിക്കേണ്ടതാണ്. ഞാൻ പിന്നെ മറ്റൊരു കാര്യത്തിലേക്ക് ഇവിടെ ഉന്നയിച്ച 1-2 കാര്യങ്ങളുണ്ട്. പ്രധാനമന്ത്രിയുടെ അടുത്ത് പോയി ഒരു ചായ കുടിക്കുന്നത് അപരാധമൊന്നുമല്ല. അത് മുഖ്യമന്ത്രി പോയാലും ചായ കൊടുക്കും, ഗഡ്കരിയുടെ അടുത്ത് പോയാലും ചായ കുടിക്കും. അതൊക്കെ ഒരു സാമാന്യ മര്യാദയാണ്. ഉച്ചഭക്ഷണം കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോൾ BSPയിലെ ഒരു MP നിങ്ങളുടെ കൂടെ വന്നു. ഇവിടുത്തെ വിഷയം അതല്ല. നരേന്ദ്രമോദി വരേണ്ടി വന്നു. 47 വർഷം പിന്നിടേണ്ടി വരുന്നു. കൊല്ലം ബൈപ്പാസിന്, ആലപ്പുഴ ബൈപ്പാസിന്, മാഹി ബൈപ്പാസിന്, ഈ ഹൈവേകൾ മുഴുവൻ ഉണ്ടാക്കാൻ മലയോര ഹൈവേ വരാൻ പോകുന്നതേ ഉള്ളൂ. നാഷണൽ ഹൈവേ 66,000 കോടിയുടെ ഹൈവേ വരാൻ ഈ 70 കൊല്ലം ഭരിച്ച കോൺഗ്രസ് അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ?